എവിടെയാ? ഇങ്കാനമാഹു ഉപ്പുപ്പയോട് കൂടെ ഉണ്ടെങ്കിൽ ദൂ ഫർദിൻ എവിടെയാ? മുഖാസമത്ത് പൈന്നൽ മിസാലുഹൂന്നോ എവിടെയാവും വന്ന് വായിക്കുന്നു. വൈദജിത്തമാഹുൽ ഇഖ്വത്തു അത് കഴിഞ്ഞ മുഖാസമത്താണ് ഏറ്റവും അഹ്ലയായത് എന്നൊക്കെ പറഞ്ഞു. ഇനി എവിടെയാ? പിന്നെ മുഖാസമത്ത് ഇമ്മൽ മുഖാസമത്തു ഈ ചങ്ങായി എവിടെ വന്നേ? വൈങ്കാനമാകൂ ഉപ്പുപ്പയോടുകൂടെ ഉണ്ടെങ്കിൽ ദൂ ഫർദിൻ ഫർദുകാരുണ്ട്. ഒന്നോ വ്യർത്ഥം ആയിക്കോട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാ ഫുരിദ ഫർദാക്കപ്പെടും ഇതിൽ ഫർദി ഫർദ് കൂടെ അവർക്ക് ഫർദുഹു അവന്റെ ഫർദങ്ങ് ഫർദാക്കപ്പെടണം. സുമ്മ യുഴ്ത്തൽ ജദ്ദു പിന്നീട് ഉപ്പുപ്പയ്ക്ക് നൽകപ്പെടും മിനൽ ബാക്കി ബാക്കിയുള്ളതിൽ നിന്നും അൽ ഔഫറ അഭികാമ്യമായത് അവർക്ക് നൽകപ്പെടും. ലഹു ഉപ്പുപ്പയ്ക്ക് അഭികാമ്യമായത് നൽകപ്പെടും. എന്തിൽ നിന്നും അഭികാമ്യമായത്? മൂന്ന് കാര്യങ്ങളിൽ നിന്ന് അഭികാമ്യമായത്. ആ മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാ? ഇമ്മൽ മുഖാസമത്തു ഒന്നുകിൽ ഓഹരിക്കൽ, അല്ലെങ്കിൽ ഔ സുലുസു മാബക്കിയ മാബക്കിയയുടെ മൂന്നിലൊന്ന്, ഔ സുദുസു ജമീൽ മാലി അല്ലെങ്കിൽ ഒന്നാകെയുള്ള മുതലിന്റെ ആറിലൊന്ന്. ഇങ്ങനെയൊക്കെ വരും. മിസാലുഹു ഫർളുடைய ആൾക്കാരോടുകൂടെ ജദ്ദ് ഇഖ്വത്തിന്റെ മസല പറയുന്നത്. ഈ മസലയ്ക്ക് പേരുണ്ട്, മസ്അലത്തുൽ ജദ്ദി വൽ ഇഖ്വ എന്ന്. ഉപ്പുപ്പയും കുറെ മക്കളുമാരും. മിസാലുഹു സൗജുൻ വ ജദ്ദുൻ വ അഖുൻ. കണ്ടാ, ഒരാള് മരിച്ചപ്പം ഭർത്താവുണ്ട്. അത് മരിച്ചതാരാ? ഭാര്യ. ഒരു ഭർത്താവുണ്ട്, ഒരു ഉപ്പുപ്പയുണ്ട്, ഒരു സഹോദരനുമുണ്ട്. കണ്ടാ, ആ ഫർദിന്റെ അധികാരായിട്ട് ആരാ ഉള്ളത്? സൗജുണ്ട്. ബാക്കിയുള്ളവരൊക്കെ അശബക്കാരാണ്, ജദ്ദു അഖൊക്കെ. നാലിൽ നിന്നെടുക്കണം. നാലിൽ നിന്ന് എങ്ങനെ എടുക്കുമെന്ന് ചോദിച്ചാലേ അൽ മുഖാസമത്തു ഇവിടെ ഓഹരിക്കലാണ് ഖൈറായത്. മസ്അല വരുന്നത് ഇപ്പം രണ്ട്. സൗജിനിപ്പോ പതി കൊടുക്കണ്ടേ? മക്കളുമാരും ഇല്ലെങ്കിൽ സൗജിന് എത്രയാണ്? പകുതി രണ്ടിലൊന്നല്ലേ? അംശവും ചെയ്തോ അതിന്റെ രണ്ടെടുത്തിട്ട് ഇപ്പൊ രണ്ടാണ് മസല വരിക. രണ്ട് മസല വരുമ്പോ അംശിക്കേണ്ടി വരും. രണ്ടിന്റെ പകുതി ആവുന്ന ഒന്ന് സൗജിന് കൊടുത്തു, ബാക്കി ഒന്നിനെ പിന്നെ എന്ത് ചെയ്യണം? കഷണിക്കേണ്ടി വരും. അപ്പൊ കഷണിക്കാതെ രണ്ടിനെ എന്ത് ചെയ്യാം? നമ്മള് നാലിനെടുക്കുക. മസല നാലിനെടുക്കുക. നാലായിട്ട് വായിക്കാം. നേരം നാലായിട്ട് വാങ്ങിച്ചതിന്റെ പകുതി ആക്കി കൊടുത്തു, സൗജിന് കൊടുത്തു. ബാക്കി ഓരോന്നോരോ നാലെടുത്തോട്ടെ. അഹും അവിടെ മുഖാസമത്താണ്, പരസ്പരം ഓഹരിക്കലാണ് അവർക്ക് ഖൈറായത്. പറ എന്താ വായിച്ചേ? ആ അത് അര എടുക്കണമെന്ന്. ഈ അര എടുക്കാതിരിക്കാൻ വേണ്ടി ഒന്നിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തതെന്ന്. ഹലോ ആ പറ. ആയാലും മുഖാസമത്താണ് അവർക്ക് ഉപ്പുപ്പയ്ക്ക് ഖൈറായത്. തസ്ഹീഹു മിൻ അർബഅത്തിൽ
ലിസ്സൗജി അന്നിസ്ഫു വൽ ജദ്ദു. കണ്ടാ, മനസ്സിലായില്ല? ജദ്ദിന് ഇവിടെ അനന്തരമായി കൊണ്ട് കിട്ടാനുള്ളത് 6-1. 6-1 എടുത്താൽ കുറഞ്ഞു പോകും. മനസ്സിലായില്ല? അപ്പൊ അവിടെ മുക്കാസമത്ത് ചെയ്താൽ മതി, ഓഹരിച്ചാൽ മതി. തിരിഞ്ഞോ? അപ്പം ഇതാ കാസമ വൽ ജദ്ദു ഇതാ കാസമ, കസ്മ ചെയ്താൽ അഖദർ റുബ്അ, അതിന്റെ റുബ്ഇനെ പിടിക്കും. മനസ്സിലായില്ല? ഈ 4 എന്നുള്ളതിന്റെ റുബ്ആകുന്ന 1, ഈ 1 ഒന്നാകെയുള്ള മുതലിന്റെ 6-1 കൂടുതലാണ്, കുറവാണോ? കൂടുതലാണ്. അതുകൊണ്ടാ അവർക്ക് ഔഫറായത്. തിരിഞ്ഞോ? അല്ലെങ്കിൽ 6-1 കൊടുത്താലോ 1 കിട്ടത്തില്ല. കിട്ടുമോ? ഇല്ല. അതുകൊണ്ട് അവർക്കത് ഔഫറായത് കേട്ടാ. സുദുസുൽ മാലിനേക്കാളും അത് കൂടുതലാണ്. അതേ പ്രകാരം തന്നെ സുലുസു ബാക്കിയ, 2 പോയാൽ ബാക്കി 2 ഉണ്ട്. ആ 2നെ 3 ഓഹരിച്ച് 8 ഒരെണ്ണം കൊടുക്കുക. അതിനേക്കാളും കൂടുതലാണ് ഈ 1. തിരിഞ്ഞില്ല? സുലുസുമാ ബക്കിയ അങ്ങനെ ഒരു കോലമുണ്ട്. അപ്പൊ സുലുസുമാ ബക്കിയ അല്ല ഇവിടെ എന്തുള്ളത്? ഉപ്പുപ്പയ്ക്ക് ഹല്ലായുള്ളത്. സുദുസും അല്ല ഉപ്പുപ്പയ്ക്ക് ഹല്ലായുള്ളത്. അപ്പൊ ഭർത്താവിന്റെ ഓഹരി കൊടുത്തു വിട്ടു. ഇനി ആരുണ്ട്? മയ്യത്തിന്റെ ഒരു സഹോദരനുമുണ്ട്, മയ്യത്തിന്റെ ഉപ്പുപ്പയുമുണ്ട്. അവർ പരസ്പരം എന്ത് ചെയ്തോട്ടെ? അവിടെ സുദുസും കൊടുക്കാൻ പറ്റില്ല. സുദുസ് കൊടുത്താലും റുബുഴ് അല്ല റുബുഴ് കൊടുത്താലും പിന്നെ സുദുസ് കൊടുത്താലും കുറഞ്ഞു. തിരിഞ്ഞ? ഇനി വേറെ കാര്യം, അൽ മുഖാസമത്തു ഖൈറുൻ ലഹു, ആ പറഞ്ഞ മസ്അലയിൽ മുഖാസമത്താണ് ഖൈർ. ഇനിയോ ബിന്ദാനി, 2 പെൺമക്കള്, മയ്യിത്തിന് അഖവാനി 2 സഹോദരന്മാർ, വജദ്ദുൻ ഒരു ഉപ്പുപ്പൈ. ഇങ്ങനെ വരുന്നിടത്ത് സുദുസു ജമീഇൽ മാലി, ഒന്നാകെയുള്ള മുതലിന്റെ 6-1 ഭാഗമാണ് ഖൈറുൻ ലഹു, ഉപ്പുപ്പയ്ക്ക് ഖൈറായത്. എന്താ അത് മസല? 6 എടുത്തോട്ടെ. 6 എടുത്തിട്ട് എന്ത് ചെയ്തോട്ടെ? 6ന്റെ 6-1 ആകുന്ന 1 ഉപ്പുപ്പയ്ക്ക് കൊടുത്തോട്ടെ. എന്താ ബാക്കി എത്ര ഉണ്ട്? 5 ഉണ്ട്. 6ന്റെ 3/2 ഭാഗമാകുന്ന 4 ആരെടുത്തോട്ടെ? 2 പെമ്മക്കള്. ഓ യമാരൊക്കൊന്നും മസാലയെന്ന് പറഞ്ഞൂടാ. 2 പെമ്മക്കളെ സുൽത്താൻ എടുക്കണമെന്ന് പറഞ്ഞില്ലടാ. മസാല എവിടെ നിന്നെടുക്കാം? 6 നിൽക്കാം. 6-1 അവകാശം ഇവിടെ ഉണ്ടല്ലോ പൂപ്പ. അപ്പൊ 6-1 എടുത്തിട്ട് 6ന്റെ 3/2 ഭാഗം ആർക്ക് കൊടുത്തു? പെമ്മക്ക് കൊടുത്തു. 6ന്റെ 6-1 ആകുന്ന 1 ആർക്ക് കൊടുത്തു? പൂപ്പ കൊടുത്തു. അപ്പൊ എത്രയായി പറയടാ? ഇപ്പൊ എത്രയായി? 5 ആയി. 6 ഒരു 5 പോയി. ഇനി ബാക്കി 1 ഉള്ളത് 2 അഹ്വാനെടുത്തോട്ടെ. അവിടെ മുക്കാസമത്ത് ചെയ്യാൻ പറ്റില്ല. മുക്കാസമത്ത് ചെയ്താലും കുറയും, സുലുസുമാ ബക്കിയായാലും ഉപ്പുപ്പാക്ക് കുറഞ്ഞു പോകും. അതുകൊണ്ട് ഉപ്പുപ്പല്ലേ മണം, ഉപ്പുപ്പാക്ക് നല്ലോണം കുടിച്ചോളാം. ഇനി വേറൊന്ന് സൗജത്ത്. അവിടെ നിന്ന് വാവൊന്നും കാണത്തില്ല. ഇവിടെ വാവുണ്ടോ? സൗജത്ത് വതലാദത്തു ഇഖ്വത്തിൻ വജദ്ദുൻ. ഒരാള് മരിക്കുമ്പം ഒരു ഭാര്യയുണ്ട്, അവൻ മരിച്ചതാരാ? മരിച്ചത് ഭാര്യ. പിന്നെ എങ്ങനെടാ മരിച്ചത് ഭർത്താവ്. സൗജത്തുണ്ട്, 3 സഹോദരന്മാരുണ്ട്, ജദ്ദുണ്ട്. അവിടെ സുലുസുൽ ബാക്കി, ബാക്കിയുള്ളതിന്റെ 3/1 ഭാഗമാണ് ഖൈറുൻ ലഹു, ഉപ്പുപ്പാക്ക് ഖൈർ. അപ്പൊ അവിടെ സൗജത്തിന് എത്ര കൊടുക്കും? സൗജത്തിന് റുബ്. നിസ്ബോ എവിടുന്നാ കയറിങ്ങ് പോകുന്നത്? മസല പഠിക്കാതെ. മക്കള് ആരില്ലെങ്കിൽ എത്ര കൊടുക്കേണ്ടത്?
റുബുഴ് കൊടുത്തു 3 സഹോദരന്മാര് ജദ്ദിനുണ്ട്. അപ്പൊ റുബുഴ് കൊടുത്തിട്ട് 4 മസല, 4 നോക്കാമല്ലോ. 4 റുബു ആക്കി കൊടുത്തു, സൗജത്തിന് കൊടുത്തു, വേറെ വീട്ടിൽ പോകാൻ പറഞ്ഞു. ബാക്കി എത്ര ഉണ്ട്? 3 ഉണ്ട്. ആ 3ന്റെ 3 ആക്കി കൊടുത്തു, ഉപ്പയ്ക്ക് കൊടുത്തു. ബാക്കി എത്ര ഉണ്ട്? 2 ഉണ്ട്. അത് 3 സഹോദരന്മാരെടുത്തോട്ടെ. അവിടെ മുക്കാസമത്ത് ചെയ്യാൻ പറ്റില്ല. മുക്കാസമത്ത് ചെയ്താൽ കിട്ടുമോ? മനസ്സിലായില്ല. അതാണ് അവിടെ സുലുസുമാ ബക്കിയാണ് അവർക്ക് എന്തായത് ഖൈറുലഹു. ഇനി ബിന്ദാനി 2 പെമ്മക്കള്, ഉമ്മുൻ ഒരു ഉമ്മ, ജദ്ദുൻ ഒരു ഉപ്പുപ്പ, ഇഖ്വത്തുൻ കുറെ സഹോദരന്മാർ. എല്ലാത്തിനും അടിച്ചു തൊട്ട് നമ്മൾ പഠിക്കണം. അവരവരാരും കാണത്തില്ല. ലിൽ ബിന്ദൈനി അസുലുസൈനി കൊടുക്കേണ്ടി വരും, ലിൽ ഉമ്മി അസുസുസ് കൊടുക്കേണ്ടി വരും, വലിൽ ജദ്ദി അസുദുസും കൊടുക്കേണ്ടി വരും. ഇഖ്വത്തിനോട് വീട്ടിൽ പോകാൻ പറയണം. തസ്കുത്തുൽ ഇഖ്വത്തു എടാ, ഇഖ്വത്ത് പോയി. ഇനി വേറെ മസല. ഉപ്പുപ്പയോടുകൂടി ഒരുമിച്ച് വന്നു ഇഖ്വത്തു സഹോദരന്മാർ. എങ്ങനത്തെ ആരെ സഹോദരന്മാരെ? ഉപ്പുപടയല്ലേ. ഈ സഹോദരന്മാര് ഉമ്മായും വാപ്പായും ഒക്കെ ആരെയാ? മയ്യിത്തിന്റെ. ആ ഉപ്പുപ്പയോടുകൂടെ ഒരുമിച്ച് കൂടിയാൽ ഇഖ്വത്തുൽ അശിഖാഉ വൽ ഇഖ്വത്തു ലില്ലബീ. വാപ്പൊത്ത സഹോദരന്മാരുമുണ്ട്, ശഖീഖിയായ സഹോദരന്മാരുമുണ്ടെങ്കിൽ അവിടെ ഫൈനൽ അശിഖാഅ, ഈ ശഖീഖിയായ സഹോദരന്മാരാകുന്നത് മുഖാസമത്തിന്റെ സന്ദർഭത്തിൽ യഉദ്ദൂന അലൽ ജദ്ദി അൽ ഇഖ്വത മിനൽ അബ് ثم يأخذون نصيبها. മുഖാസമത്തിന്റെ സന്ദർഭത്തിൽ എന്ത് ചെയ്യുന്നതാണ്? യഉദ്ദൂന, സഹോദരന്മാർ എന്ത് ചെയ്യും? അലൽ ജദ്ദി, വാപ്പാന്റെ മേൽ കേടായിട്ട് വാപ്പോത്ത സഹോദരന്മാരെ കൂടെ കൂട്ടിയെടുക്കും. സഹോദരന്മാരല്ലേ. തുമ്മയഹുദൂന, പിന്നെ അവരെടുത്തുകൊണ്ട് പോവുകയും ചെയ്യും, അവർക്കുള്ള നസീബിനെ എടുത്തുകൊണ്ടുപോവുകയും ചെയ്യും. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. മിസാലുഹു ജദ്ദുൻ ഒരു ഉപ്പുപ്പ, വഅഖുൻ ശഖീഖുൻ ഒരു മയ്യിത്തിന്റെ ശഖീഖിയായ സഹോദരൻ, വഅഖുൻ ലിഅബി കേട്ടോ, ലിൽ ജദ്ദി അസ്സുലുസു, ഉപ്പയ്ക്ക് 3 കൊടുത്തോട്ടെ, വസ്സുലുസാനി ആർക്ക് കൊടുത്തോട്ടെ? ലിൽ അഖി ശഖീഖിന് കൊടുത്തോട്ടെ. അസ്സുലുസു അല്ലദീ ഖസ്സഹു ബിൽ ഖിസ്മ കേട്ടോ, അസ്സുലുസു അല്ലദീ ഹുവ നസീബുൽ അഖി മിനൽ അബ്. എങ്ങനെ 2 കിട്ടിയെന്ന് വെക്കും. ഈ സുലുസാനി ഈ സഹോദരന്മാർക്ക് എങ്ങനെ കിട്ടിയതാ? അത് ഒരു സുലുസ് വേണ്ട, അല്ലദീ ഖസ്സഹു ബിൽ ഖിസ്മത്തി ഓരിച്ചുകൊണ്ട് കിട്ടിയതാണ്. അവരെല്ലാം എടുത്തോണ്ടാണ്, എല്ലാവരും കൂട്ടിയാണല്ലോ തലേണേക്കുന്നത്. അങ്ങനെ കിട്ടി. വസ്സുലുസുല്ലദീ മറ്റൊന്നോ വേറൊരു സുലുസുണ്ടല്ലോ, ഈ സുലുസാനിയുടെ സുലുസ് അതല്ലദീ ഹുവ നസീബുൽ അഖി മിനൽ അബീ, അബ് ഒത്ത സഹോദരന്റെ നസീബാണ്. അപ്പം ആ ഉപ്പുപ്പാക്ക് കൊടുക്കാതെ അമാരെല്ലാം കൂടെ സഹോദരന്മാരങ്ങായി പെട്ടെന്ന്. ഇപ്പൊ വാപ്പൊന്ന് നോക്കട്ടെ, ഇപ്പൊ നമ്മളെല്ലാം സഹോദരന്മാർ. എന്നിട്ട് ഉപ്പുപ്പാക്ക് എന്തെടുത്തു? സുലുസ് കൊടുത്തു. ബാക്കി എന്ത് ചെയ്തു? സുൽത്താനി ഉണ്ടല്ലോ, അത് ഏമാര് സഹോദരന്മാരെല്ലാം കൂടെ ഒരുമിച്ച് കൂടിയിട്ട് ഞങ്ങൾ ഇത്തരം സഹോദരന്മാരുണ്ട്, അതുകൊണ്ട് മുതൽ 3 നമ്മൾ ഓഹരിക്കുന്നു, ഒരു ഓഹരി ഇപ്പൊ കൊണ്ടുവയ്ക്കോ, ബാക്കി 2 ഓഹരിഞ്ഞാൽ നോക്കി ഞങ്ങൾക്കെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുന്നേ ഏമാര് വേഗം വീട്ടിൽ പോയിക്കോ. പാപ്പോത്ത സഹോദരന്മാരപ്പോ ഞങ്ങൾ വീട്ടിൽ വിട്ട്, എന്നിട്ട് 2 ഓഹരി ആരെടുത്തോണ്ട് പോയി? ശഖീഖിയായ സഹോദരന്മാരെടുത്തോണ്ട്. കാരണം ശഖീഖിയായ സഹോദരന്മാരുള്ളപ്പോ എന്തില്ല, അപ്പൊ വാപ്പോത്ത സഹോദരൻ മഹജൂബായി കൊണ്ട് എടാ ഷഖീഖ് എന്ത് ചെയ്യുന്നതാണ്? യജിബു അവൻ തടസ്സം ചെയ്യുന്നതാണ്, യജിബ് ചെയ്യും. ആരെ ഈ വാപ്പത്തെ സഹോദരന്. അപ്പൊ പിന്നെ അവന്റെ നഫ്ഉ ആർക്ക് കിട്ടി? ഫയഊദു നഫ്ഉഹു ഇലൈഹി, ഷഖീഖ് ആ സഹോദരനിലേക്ക് മടങ്ങി വന്നു.
വേണ്ട. ഇനി അവിടെ ഷഖീഖ് ആയത് വേണ്ട.